നിസ്കരിക്കുമ്പോൾ നമ്മൾ നെയ്യത്ത് വെക്കും അല്ലേ? ഹജ്ജിന് നമ്മൾക്ക് നെയ്യത്ത് വേണം, നോമ്പിന് നെയ്യത്ത് വേണം, വേണ്ടേ? സക്കാത്തിന് നെയ്യത്ത് വേണം, കുളിക്ക് നെയ്യത്ത് വേണം, വുളു എടുക്കുമ്പോ നെയ്യത്ത് വേണം, എല്ലാത്തിനും നെയ്യത്ത് വേണം. നെയ്യത്തില്ലെങ്കിൽ അമാൽ ഖബൂലല്ല. പക്ഷേ നെയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരു സൽക്കർമ്മുണ്ട്. ഏതാണത്? ഞാനൊരാളെ കുറ്റം പറഞ്ഞു എങ്കിൽ എന്റെ അമലൊക്കെ, ഞാൻ ഇപ്പൊ ലത്തീഫിനെ കുറ്റം പറഞ്ഞാൽ എന്റെ അമലൊക്കെ അള്ളാഹു ആഖിറത്തിൽ ആർക്ക് ഭാരം കൊടുക്കും. അങ്ങനെ ആടുംപടി ഓടി നടന്നാലും ഞാൻ കുറെ ദിക്ർ ചൊല്ലിയാലും ഓന്റെ കുറ്റം കുറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമല് മുഴുവൻ അവനക്ക് പോകും. ഇതാണ് ഗീബത്തിന്റെ ഗൗരവം. അത് അറിയിച്ചിട്ടാ തങ്ങൾ പറഞ്ഞത് ഇയ്യാകും വൽ ഗീബത ഫഇന്നൽ ഗീബത അശദ്ദു മിനസ് സിനാ. നിങ്ങൾ പരദൂഷണത്തെ സൂക്ഷിക്കണം. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും ഭയങ്കരാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, സാഹചര്യത്തിന്റെ സമ്മർദ്ദം വലിയ തെറ്റാണല്ലോ. അല്ലാഹുക്ക് അത്ര വലിയ വളവ്, ഈമാന്റെ നൂറിന് അന്ന് എടുത്തു കളയുന്ന അത്രയും വലിയ തെറ്റ്. അവൻ വ്യഭിചാരി. അല്ലാഹ് ഞാൻ ശൈത്താന്റെ ചതിയിൽ പെട്ടു, എനിക്ക് മാപ്പാക്കണം, ഇനി മേലിൽ ഞാൻ ചെയ്യൂല. ഖുർആൻ പറഞ്ഞ ശർത്ത് പ്രകാരം വ്യഭിചാരി തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം. പക്ഷേ നീ നിന്റെ മുസ്ലിമായ സഹോദരനെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ പറയപ്പെട്ടവനെ പിടിച്ച് മാപ്പ് ചോദിച്ച് അവൻ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞ ആൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. അത്രയും വലിയ തെറ്റാകുന്ന ഗീബത്തിന്റെ ആ ഗീബത്ത് ഒരാൾ പറഞ്ഞാൽ പരലോകത്ത് പകരം കൊടുക്കാത്ത ഒരു പുണ്യകർമ്മമുണ്ട്. അതാണ് അഹ്സാബ് സൂറത്തിൽ അല്ലാഹും മലായികത്തും നിർവഹിച്ചത് കൊണ്ട് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും നിശ്ചയം അല്ലാഹുവും മലായികത്തും നിർവഹിച്ചു. അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും നിർവഹിക്കണം, ചൊല്ലണം, ചെയ്യണം എന്ന കൽപ്പനയുള്ള, തങ്ങളുമായിട്ട് കണക്ഷൻ നിലനിർത്തുന്ന, ഉയരാൻ ഇത്രയും വലിയ ഒരു പുണ്യകർമ്മം മറ്റൊന്നില്ല. അത്രത്തോളം വലിയ മഹത്തരമായ സൽക്രമമാണ് അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.